ഇന്ന് ഓറിയോ ബിസ്ക്കറ്റുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. വെറും രണ്ടേ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്കൊരു ഓറിയോ സൂഷി ഇന്ന് ഉണ്ടാക്കാം. സൂഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഓറിയോനുള്ളിലുള്ള ഈ വൈറ്റ് സ്പേസില്ലേ അത് നമ്മളെടുത്തിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു വൈറ്റ് ക്രീം എല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ വൈറ്റ് ക്രീം പേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗമില്ലേ, ചോക്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് പാലും കൂടെ ചേർത്ത് നമുക്ക് കുഴയ്ക്കാനുള്ളൊരു മാവ് പരുവത്തിലേക്ക് ആവണം. അപ്പം അതിന് പാകത്തിനുള്ള പാലൊഴിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് ക്രീമിൻ്റെ പേസ്റ്റ് ഇല്ലേ, അത് നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം. വൈറ്റ് ആ ഒരു ക്രീമും നമ്മൾ പേസ്റ്റും കൂടെ അതിലേക്ക് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കത് ചുരുട്ടിയെടുക്കാം. നമ്മുടെ സൂഷി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കവർ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫൈനലി നമ്മുടെ ഓറിയോ സൂഷി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.